സെൻട്രൽ നേപ്പാളിലെ മദനാശ്രത് ഹൈവേയിൽ പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിൽ 2 ബസ്സുകൾ ഒലിച്ചുപോയി. 63 യാത്രക്കാരെ കാണാതായി. കാഠ്മണ്ഡുവിലേക്ക് പുറപ്പെട്ട ബസ്സുകളുടെ മുകളിലേക്ക് മലയിടിഞ്ഞ് വീഴുകയായിരുന്നു. ബസ്സുകൾ സമീപത്തെ തൃശൂലി നദിയിൽ പതിച്ചതിനെ തുടർന്ന് രക്ഷാപ്രവർത്തനം ദുഷ്കരമായി. സംഭവത്തിൽ നേപ്പാൾ പ്രധാനമന്ത്രി ദുഃഖം രേഖപ്പെടുത്തി. യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിനെ വീണ്ടും പരാജയപ്പെടുത്തുമെന്നും സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറില്ലെന്നും ജോ ബൈഡൻ. നാറ്റോ സമ്മേളനത്തിനിടെയുള്ള വാർത്താസമ്മേളനത്തിലാണ് ബൈഡൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. തുടങ്ങിവച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് വീണ്ടും മത്സരിക്കുന്നതെന്ന് ജോ ബൈഡൻ പ്രതികരിച്ചു. കമല ഹാരിസ് പ്രസിഡന്റാകാൻ കഴിവുള്ള നേതാവാണെന്നും ജോ ബൈഡൻ അഭിപ്രായപ്പെട്ടു. ഇസ്രായേൽ ഭരണകൂടവുമായുള്ള പങ്കാളിത്തം തുടരാൻ നാറ്റോയ്ക്ക് സാധിക്കുകയില്ലെന്ന് തുർക്കി പ്രസിഡന്റ് തയ്യിപ് എർദോഗൻ. നാറ്റോ ഉച്ചകോടിയുടെ ഭാഗമായുള്ള വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പലസ്തീനിൽ സമഗ്രവും സുസ്ഥിരവുമായ സമാധാനം സ്ഥാപിക്കുന്നതുവരെ നാറ്റോയിൽ ഇസ്രായേലുമായുള്ള സഹകരണത്തിൽ നിന്നുള്ള ശ്രമങ്ങൾ തുർക്കി അംഗീകരിക്കില്ലെന്നും എർദോഗൻ പറഞ്ഞു. അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തുർക്കി നയതന്ത്ര ശ്രമങ്ങൾ തുടരുകയാണെന്നും എർദോഗൻ വ്യക്തമാക്കി. നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമൽ ദഹൽ പ്രചണ്ഡ ഇന്ന് 5ാം തവണയും വിശ്വാസ വോട്ട് തേടും. ജനപ്രതിനിധി സഭയിൽ നേപ്പാളി കോൺഗ്രസിന് 88 അംഗങ്ങളും CPN-UMLന് 79 അംഗങ്ങളുമാണ് ഉള്ളത്. ഇന്ന് നടക്കുന്ന വിശ്വാസ വോട്ട് പുഷ്പകമൽ ദഹൽ പ്രചണ്ഡയ്ക്ക് നിർണായകമാണ്.